പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഒരു ഓഡിയോ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഈ ഓഡിയോനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് വീക്ഷണങ്ങളെ പറ്റിയാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ഇത്. വയനാട് മേപ്പാടിയിൽ ഉരുൾപൊട്ടി, എല്ലാവർക്കും അറിയാലോ. ഞാൻ 15 ദിവസം രാവും പകലും 2 ആൾ പണിയെടുത്ത ഒരാളാണ്. നമ്മളെല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇല്ലേ? അതിന്റെ ഫലമായി ഒരുപാട് പേര് രക്ഷപ്പെട്ടില്ലേ? പക്ഷെ ആ രക്ഷാപ്രവർത്തനത്തിന് വന്ന ആൾക്കാർ ഇതുപോലെ വീടുകളിൽ പ്രാർത്ഥിച്ചിരിക്കുകയാണെങ്കിൽ എത്ര പേര് രക്ഷപ്പെടും? മരിക്കും, എല്ലാ എണ്ണം മരിക്കൂലേ? അപ്പൊ ഇപ്പം ഇവിടെ നേരത്തെ കുറെ പേരുണ്ട് ഇവിടെ. അപ്പൊ ദൈവവിശ്വാസികൾ പറഞ്ഞപ്പോ എല്ലാവരും കൈയടിച്ചു, ഞാനും കേട്ടു. ഞാൻ ഇവരെ കൂടെ വന്നല്ല. അതിൽ ഏത് ദൈവമാണ് ഒറിജിനൽ ശരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ സംസാരിച്ചാവും. ഞാൻ കാണുന്നതാണ്. ഞാൻ ഒരു യാത്രകനാണ്. യുപിയിലോ എവിടെയോ പോയി കഴിഞ്ഞാൽ കാണുന്നതാണ് മതത്തിന്റെ പേര് തമ്മിൽ തല്ലുന്നത്. നിങ്ങൾ ഇപ്പൊ കൈയടിച്ചൊക്കെ തമ്മിൽ തല്ലും. ഞാൻ ഒരു ഉസ്താദിന്റെ മോനെ, എനിക്കറിയാം. മനസ്സിലായില്ലേ? ഞാൻ കാര്യം പറയാം. ഞാൻ പഠിച്ചത് പറയുന്നത് ഇതൊരു മൊബൈൽ ഫോണാണ്. ഇപ്പൊ ഇതിൽ ഒരാൾ എന്നോട് പറയാണ് ഈ ഫോണ് ഞാൻ ഉണ്ടാക്കിയതാണ്, ഈ ഫോൺ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ വിശ്വസിച്ചു, സത്യമാണ്, ആയിരിക്കും. എനിക്ക് ഫോണൊന്നും അറിയില്ല. ഈ ഫോണ് ഇന്ന ആൾ ഉണ്ടാക്കിയാണ്. പിന്നീട് ഞാൻ വിവരം വെച്ചിട്ട് ഈ ഫോണിനെ കുറിച്ച് പഠിക്കുമ്പോ ഇന്ന ആള് പറയാണ്, ഇന്ന ആള് പറഞ്ഞതുപോലല്ല ഈ ഫോണിന്റെ ഫംഗ്ഷൻ, ഇന്ന ആള് പോലല്ല ഈ ഫോൺ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇന്ന ആളെ വിശ്വസിക്കണോ? വേണ്ടല്ലോ. ഇതാണ് ദൈവങ്ങൾ പറഞ്ഞത് ഒക്കെ നുണയാണ്. ഞാൻ MSc സൈക്കോളജി കഴിഞ്ഞ ആളാണ്. ഞാനൊരു ഉസ്താദിന്റെ മോനാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ ഈ ഓഡിയോ പല സ്ഥലങ്ങളിൽ നിന്നും കേട്ടിട്ടുണ്ടാവും. ഒരു യുവാവിൻ്റെ ഒരു ടോക്കാണ്. അദ്ദേഹം ഒരു എല്ലാവരും കൂടി ഇന്നിരിക്കുന്ന ഒരു ചർച്ചയിൽ പറഞ്ഞൊരു കാര്യമാണ്. നമുക്ക് ഈ ഒരു ചിന്തയെപ്പറ്റി ഒന്ന് കേട്ടു നോക്കാം. ഇത് ഭൂരിഭാഗം എല്ലാവരുടെയും മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കണം. കാരണം നമുക്കറിയാം അവരെങ്കിലും ചിന്തിക്കുന്നുണ്ട്. തങ്ങൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും അവർ ചിന്തിക്കുന്നു എന്നുള്ള കാര്യത്തെ പ്രതി നമുക്ക് അവരെ അഭിനന്ദിക്കണം. നമുക്കിങ്ങനെയുള്ള ആൾക്കാർ വേണം. അതായത് തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ, അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് താല്പര്യമുള്ളവർ വളരെ കുറവാണ് ഈ ലോകത്ത്. എല്ലാവരും ഒരു ഒഴുക്കിൻ്റെ കൂടെ അങ്ങനെ സഞ്ചരിച്ച് പോകുന്ന ആളുകളാണ്. പലർക്കും ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാനുള്ള സമയമോ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയാറ്. അത് നിരീശ്വരവാദികളായിട്ട് തുടരുന്നവരും അതുപോലെ തന്നെ വിശ്വാസികളായിട്ട് തുടരുന്നവർക്കും ബാധകമാണ്. തങ്ങളുടെ വിശ്വാസം എന്താണെന്ന് അവർ അതിനെപ്പറ്റി ചിന്തിക്കാനോ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനോ ഇതാരെങ്കിലുമൊക്കെ പറഞ്ഞ് കള്ളമാണോ തെറ്റാണോ എന്നൊന്നും ചിന്തിക്കാനൊന്നും അവർക്ക് സമയമില്ല. അവരെ ബോധർ ചെയ്യുന്ന കാര്യങ്ങളേ അല്ല ഇതൊന്നും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ വളരെ 1% ആളുകളായിരിക്കാം ഇങ്ങനെ ചിന്തിക്കുന്നത്, തങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അപ്പോൾ അതിൽ അവർക്ക് കിട്ടുന്ന ഉത്തരം ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം. ചിലപ്പോൾ അവർ കണ്ടെത്തിയ ഉത്തരം തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. അപ്പോൾ അവരതിൽ വിശ്വസിക്കുന്നു. പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാം അവർ ഭാവിയിൽ ശരിയായ ഉത്തരത്തിലേക്ക് എത്തണം എന്നുള്ളതിനെ പറ്റി നമുക്ക് പ്രത്യാശിക്കാം എന്നുള്ളതല്ലാതെ നമുക്കതിനെപ്പറ്റി ഒന്നും പറയാനായിട്ടില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ചോദ്യത്തെ പറ്റി നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതാണ്. അദ്ദേഹം വലിയ ഒരു മതവിശ്വാസിയായ കുടുംബത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മതഗ്രന്ഥം പൂർണ്ണമായിട്ട് അദ്ദേഹം വായിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം, നമ്മുടെ വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ പ്രാർത്ഥിച്ച് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഇത്രയും ആളുകൾ രക്ഷപ്പെടുമായിരുന്നു. അദ്ദേഹം പറയുന്നത് പ്രാർത്ഥന കൂടാതെ, അതിൽ പ്രാർത്ഥിച്ചിരിക്കാതെ ഞങ്ങൾ ദുരന്തമുഖത്ത് വന്ന് സഹായിച്ച കാരണം കൊണ്ടാണ് ഇത്രയും ആളുകൾ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിൻ്റ്. അപ്പോൾ അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? നമുക്കറിയാം, ആരും നമ്മളോട് അങ്ങനെ പ്രാർത്ഥിച്ച് വീട്ടിലിരിക്കാനായിട്ട് ആരോടും ഒരു മതവിശ്വാസത്തിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് ക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. അതുപോലെ തന്നെ മുസ്ലിം സഹോദരങ്ങളുടെ ഇടയിലൊന്നും
നിങ്ങൾ എന്ത് വന്നാലും വീട്ടിൽ പ്രാർത്ഥിച്ചിരുന്നാൽ മതി എന്നൊന്നും പറയുന്നതായിട്ട് നമ്മളെവിടെയും കണ്ടിട്ടില്ല. എല്ലാവരും പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞു, പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ളൊരു സംഭാഷണമാണ്. അതിൽ കവിഞ്ഞ് പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രവൃത്തി ചെയ്യാതിരിക്കാനുള്ള ഒരു ഒഴിവല്ല അല്ലേ? പ്രാർത്ഥന കൂടാതെ നമുക്ക് ദൈവവുമായിട്ടൊരു ബന്ധം നമുക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കില്ല അല്ലേ? പ്രാർത്ഥന മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമ്മളെങ്ങനെയാണോ നമ്മളുടെ സഹോദരങ്ങളോട് നമ്മൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ജീവിത പങ്കാളിയോട് നമ്മൾ സംസാരിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളോട് സംസാരിക്കുന്നത്, ഇങ്ങനെ സംസാരിക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബന്ധം നമുക്ക് തുടർന്നു കൊണ്ടുപോകാനായിട്ട് സാധിക്കുമോ? നമ്മൾക്കറിയാം, നമ്മുടെ ജീവിത പങ്കാളിയുമായിട്ട് ഒരു ദിവസം സംസാരിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ എത്ര നാൾ സംസാരിക്കാതിരിക്കും നമ്മൾ? അപ്പോൾ നമുക്ക് ദിവസവും സംസാരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ അടുത്ത് നമുക്ക് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അവർക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളത്, നമുക്കെന്താണ് അവരോട് പറയാനുള്ളതൊക്കെ സംസാരിക്കുന്നതിന് ഒരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ പ്രാർത്ഥന എന്നുള്ളത് ഒരു കമ്മ്യൂണിക്കേഷനാണ്, ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതിൽ നിന്ന് നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് നല്ലൊരു വ്യക്തിയോട്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയോട്, അല്ലെങ്കിൽ നല്ലോണം പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയോട് കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ദുഃഖവും ടെൻഷനൊക്കെ ചിലപ്പോൾ റിലീഫായിട്ട് മാറും. ചിലപ്പോൾ നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ദൈവവുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ, ദൈവം കേവലം വ്യക്തിയല്ല, നമുക്കറിയാം ദൈവം എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായിട്ടുള്ള ദൈവം ആണെങ്കിൽ, ആ ദൈവവുമായിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന നമുക്ക് എത്രമാത്രം നന്മ നമ്മുടെ ഉള്ളിൽ നിറയും, എത്രമാത്രം ദൈവത്തിൽ നിന്നുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ ലഭിക്കും, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള ആ സ്നേഹമൊക്കെ നമ്മുടെ ഉള്ളിൽ വന്ന് നിറയും. അപ്പോൾ അത് നിറയ്ക്കാതെ നമ്മൾ മുന്നോട്ട് പോയിട്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് എല്ലാ മതവിശ്വാസ ഗ്രന്ഥങ്ങളിലും, പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റിയിലൊക്കെ, പ്രാർത്ഥനയില്ലാതെ പ്രവൃത്തിയുമില്ല, അല്ലെങ്കിൽ പ്രവൃത്തിയില്ലാതെ നമുക്ക് പ്രാർത്ഥിച്ചിരിക്കാനും പറ്റില്ല. പ്രാർത്ഥനയിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പ്രവൃത്തി ചെയ്യാനാണ് നമ്മളോട് ക്രൈസ്തവമായിട്ട് ബൈബിളിലും നമ്മളുടെ സഭയിലൊക്കെ അവരൊക്കെ പറയുന്നതും അങ്ങനെ തന്നെയാണ്. സഭാപിതാക്കന്മാർ പറയുന്നതും നമ്മളോട് അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു ജീവിത മാതൃകയാണ് ബൈബിളിലുടനീളം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ളവരും കാണിച്ചു തന്നിട്ടുള്ളത്. നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ആരും ഇങ്ങനെ ഒരു വീട്ടിൽ, അല്ലെങ്കിൽ വീട്ടിലടച്ചിരുന്നു കൊണ്ട് പ്രാർത്ഥന മാത്രമായിട്ട് മുന്നോട്ട് പോയ സമയങ്ങൾ വളരെ കുറവാണ്. അതിൽ ആകെ അവർക്ക് ക്രിസ്തു മരിച്ചതിന് ശേഷം അവർ സെഹിയോൻ മാളികയിൽ ഒത്തുചേർന്നിരുന്ന് പ്രാർത്ഥിച്ചതായിട്ടാണ് ബൈബിൾ പറയുന്ന ഒരു ഭാഗം. അതുമാത്രമാണ് അവർ പ്രവൃത്തിയൊന്നും കൂടാതെ, കാരണം അവർക്ക് ദൈവത്തിൽ നിന്ന് ശക്തി കിട്ടിയിട്ടില്ലായിരുന്നു എന്നാണ് ആ ബൈബിളിൽ അതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ അവർ ആ ശക്തിയിൽ വന്ന് നിറയാനായിട്ട്, അവരിലേക്ക് പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു, ദൈവത്തിൻ്റെ ശക്തി വന്ന് നിറഞ്ഞതിന് ശേഷം അവരിതുപോലെ പ്രവൃത്തിയില്ലാതെ വെറുതെ വീട്ടിലടച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അവർ മുഴുവൻ സമയവും സഞ്ചരിക്കുകയായിരുന്നു. തങ്ങൾക്ക് ലഭിച്ച ശക്തി, തങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ തങ്ങൾക്ക് പ്രചോദനം, എന്താണ് ചെയ്യാനാണ് തങ്ങളുടെ ഉള്ളിൽ നിന്ന് പ്രചോദനം വന്നുകൊണ്ടിരിക്കുന്നത്, അത് ചെയ്യുവാനായിട്ടാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ ആ ഭാഗങ്ങൾ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്നുള്ള ഭാഗത്തിലാണ് ഈ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി കാണുന്നത്. അതായത് അവർ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അവർ പോകുന്ന വഴിയിൽ അവർ പറയുന്നു, തങ്ങളുടെ അധ്വാനം കൊണ്ട് ജീവിക്കണം എന്നുള്ള കാഴ്ചപ്പാടാണ് അവർ വെച്ച് പുലർത്തിയിരുന്നത്. തങ്ങൾ സുവിശേഷ പ്രഘോഷകരാണെന്ന് കരുതിക്കൊണ്ട് തങ്ങളൊരു പണിയും ചെയ്യാതെ കേവലം സുവിശേഷം മാത്രം പറഞ്ഞുകൊണ്ട്, നന്മ മാത്രം പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കി, അല്ലെങ്കിൽ ആൾക്കാരിൽ നിന്ന് പൈസ പിരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ള കാഴ്ചപ്പാട് പോലും അവർക്കുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞത്, അവർ സാധാരണ ജോലികൾ ചെയ്യുന്നത് കൂടെ തന്നെയാണ് സുവിശേഷ പ്രഘോഷണവും നടത്തിയിരുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ പറ്റി പ്രസംഗിച്ചിരുന്നതും, ആളുകളെക്ക് ജ്ഞാനസ്നാനം നൽകിയതും, എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന അവരുടെ സാധാരണപരമായിട്ടുള്ള എല്ലാ ജീവിത ക്രമങ്ങളും നടത്തിക്കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ക്രിസ്തുവിനെ എടുത്തു നോക്കിയാൽ അറിയാം, ക്രിസ്തുവും ഇതുപോലെ തന്നെ പ്രാർത്ഥനയിൽ മാത്രമല്ല ജീവിച്ചിരുന്നത് അല്ലേ.
ക്രിസ്തു പ്രാർത്ഥനയ്ക്ക് വളരെയധികം സമയം ചെലവഴിച്ചിരുന്നു. അതെപ്പോഴും ഉറങ്ങി എണീറ്റതിന് ശേഷമോ അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പോ ഒറ്റയ്ക്കായിട്ട് മലയിൽ പോയിരുന്നു കൊണ്ട് പ്രാർത്ഥനയിൽ കൂടെ ഊർജം സ്വീകരിച്ച് ദൈവവുമായിട്ട്, പിതാവായ ദൈവവുമായിട്ട് ബന്ധം പുലർത്തിക്കൊണ്ട് അതിൽ നിന്നും ഊർജവും കൃപയും സ്വീകരിച്ചുകൊണ്ടാണ് യേശു പുറപ്പെട്ടിരുന്നത്. പക്ഷേ 24 മണിക്കൂറും പ്രാർത്ഥിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. യേശു പിന്നെ തുടർന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ കണ്ടാൽ മതി. അപ്പോൾ ഒരു മതഗ്രന്ഥവും അങ്ങനെ പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾ പ്രാർത്ഥിച്ച് മുറിയിൽ മാത്രം ഇരുന്ന് പ്രാർത്ഥിക്കൂ, നിങ്ങൾ പ്രവൃത്തിയൊന്നും ചെയ്യേണ്ട, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ ലഭിക്കും, നിങ്ങൾ വീട്ടിൽ ഭക്ഷണമൊന്നും വയ്ക്കേണ്ട, റൂമിൽ കതകടച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, ജോലിയൊന്നും എടുക്കണ്ട, പൈസ തന്നെ വന്നോളും എന്ന് പറയുന്നതായിട്ട് ആരും കാണുന്നില്ല. അപ്പോൾ അങ്ങനെ പറയുന്നതിൽ ഒരു അടിസ്ഥാനവുമില്ല. അത് ഏത് മതഗ്രന്ഥത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നതായാലും ശരി, അങ്ങനെ പറയുന്നതിൽ ഒരു അടിസ്ഥാനമില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം സത്യമാണ്, അതായത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാതെ അല്ലെങ്കിൽ ദൈവവുമായിട്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥിക്കാതെയാണ് ഒരുത്തൻ ഇറങ്ങിപ്പോകുന്നതും അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നതിൽ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. പക്ഷേ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവൻ്റെ ജീവിതത്തിൽ അത് കൃത്യമായിട്ട് അവന് പ്രകടമാണ് എന്താണ് വ്യത്യാസം എന്നുള്ളത്. അതായത് ഒന്ന്, നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി, അതായത് എല്ലാ പ്രവൃത്തികളും നമ്മൾ ചെയ്യണമെന്നില്ല, അല്ലേ? ഓരോ വ്യക്തികൾക്കും ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. എല്ലാ നന്മ പ്രവൃത്തികളിലും പോയി നമ്മൾ കൈയിടണമെന്നില്ല, അല്ലെങ്കിൽ ഏതാണ് ശരിയെന്ന് നമുക്കറിയില്ല. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ നമ്മൾ ഈ ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം കുറേയധികം ചാരിറ്റി പ്രവർത്തകർ നമ്മുടെ നാട്ടിലുണ്ട്. പലരും നമുക്ക് കേൾക്കാറുണ്ട്, പലരും കുറേ കാലം കഴിയുമ്പോൾ അവർ കള്ളന്മാരായിരുന്നു, പൈസ അവരടിച്ചു മാറ്റിക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആരെ സഹായിക്കും? ആരാണ് യഥാർത്ഥത്തിൽ ഈ നമ്മളുടെ സഹായം ആവശ്യമുള്ളവർ? ആരാണ് റൈറ്റായിട്ടുള്ള കാൻഡിഡേറ്റ്സ് എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും? പലപ്പോഴും നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ ഒന്നും നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കില്ല. അതുതന്നെയാണ് ഈ ചാരിറ്റിയിലേക്ക് ഇപ്പോൾ നമുക്കറിയാം. അപ്പോൾ ഞാൻ ഇതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഇത് യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കണമെന്നില്ല. ഇപ്പോൾ ഈ അർജുൻ എന്ന് പറയുന്ന യുവാവ് മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ കണ്ടെത്താനായിട്ട് നിരവധി പേര് ശ്രമിച്ചു, അല്ലേ? നിരവധി ആളുകൾ, പല ഏജൻസികൾ, പ്രൈവറ്റായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ പല രീതിയിൽ ശ്രമിച്ചെങ്കിൽ ഇതുവരെയായിട്ട് ഇപ്പോൾ ഏകദേശം 2 മാസം കഴിഞ്ഞു. ഇതുവരെയായിട്ട് അദ്ദേഹത്തെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ ഇതിനൊരു പോസിബിലിറ്റി എന്നുള്ള രീതിയിൽ, വേറെ രീതിയിൽ പറയുകയാണ്. ഇത് മനുഷ്യൻ്റെ ബുദ്ധിയാണ്. നമ്മൾ കണ്ടു, അദ്ദേഹത്തിൻ്റെ ലോറിയുടെ അവശിഷ്ടങ്ങൾ ഇത്ര നാളും തെരഞ്ഞ സ്ഥലത്തല്ല, വേറൊരു സ്ഥലത്താണ് ലോറിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനായിട്ട് സാധിച്ചത്. അത് മനുഷ്യൻ്റെ കാൽക്കുലേഷനിലുള്ള തെറ്റല്ലേ? നമ്മളുടെ ചിന്തയും ബുദ്ധിയും വെച്ചുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചിലപ്പോൾ ശരിയാവണമെന്നില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിലായിരുന്ന വ്യക്തികളുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ ചിലപ്പോൾ ശരിയാവുമായിരിക്കാം, അല്ലെങ്കിൽ ആ സ്ഥലങ്ങളായിരിക്കും ദൈവം ചിലപ്പോൾ അവരെ നയിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ അത് ഇപ്പോൾ സംഭവിച്ച കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തി ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. അതിൽ ദൈവവുമായിട്ട് ഞാൻ ബന്ധപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഈ ഇൻസിഡൻറ്റിന്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ദൈവവുമായിട്ട് ബന്ധമുള്ള വ്യക്തികൾക്ക് ദൈവമാണ് അവരെ നയിക്കുന്നത്. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതിലേക്ക് നിങ്ങൾ പോകണം, ആരെ നിങ്ങൾ സഹായിക്കണം, ആർക്ക് നിങ്ങളുടെ സഹായം കൊടുക്കണം, ആർക്ക് വേണ്ടി നിങ്ങളുടെ സമയം ചിലവഴിക്കണം എന്നുള്ളത്. അപ്പോൾ അത് മനുഷ്യന് മാത്രം. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ഈ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കാനോ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനോ മനുഷ്യന് സാധിക്കില്ല. അതെത്ര വലിയ ടെക്നോളജിയുടെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുമ്പോഴായാലും. അപ്പോൾ അതിൻ്റെ തെളിവുകൾ തന്നെയാണ് നമ്മുടെ ഈ ദുരന്തങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നമ്മളിതിനെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്രത്തെ ആരും കളിയാക്കുകയല്ല, ശാസ്ത്രത്തെ ആരും അവഗണിക്കുന്നതല്ല. പക്ഷേ നമ്മുടെ ലിമിറ്റേഷനെ പറ്റി നമ്മൾ ബോധവാന്മാരായിരിക്കണം.
നമ്മൾ ആ ലിമിറ്റേഷൻസ് മറന്നുകൊണ്ട് ഞങ്ങളെല്ലാമായി, ഞങ്ങളെല്ലാവിടെയും എത്തി, ഞങ്ങൾക്ക് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് പറയുന്നതൊക്കെ ഏറ്റവും വലിയ മണ്ടത്തരമാണ്. അതൊന്നല്ലെങ്കിൽ ആ ടെക്നോളജി നമ്മളെവിടെയും വരെ എത്തിയെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ബോധ്യമില്ലാത്തത് കൊണ്ടായിരിക്കാം. ഒരു നല്ല ശാസ്ത്രജ്ഞന് അല്ലെങ്കിൽ ടെക്നിക്കലായിട്ട് അവഗാഹമുള്ള ഒരു നല്ലൊരു വ്യക്തിക്ക്, യഥാർത്ഥമായിട്ടെല്ലാം പഠിച്ചൊരു വ്യക്തിക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല മനുഷ്യൻ ഇപ്പോഴുള്ള ഈ ടെക്നോളജി കൊണ്ട് മനുഷ്യൻ എല്ലാ കാര്യങ്ങളും സാധിക്കും, എല്ലാം നമുക്ക് അറിയാൻ സാധിക്കും, എല്ലാം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയെന്ന് ഒരിക്കലും അദ്ദേഹത്തിന് പറയാനായിട്ട് സാധിക്കില്ല. ഇത് പകുതി അറിഞ്ഞിട്ടുള്ള പലരും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഒരു അറിവുമായിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെയാണ് അനാവശ്യമായിട്ട് ഇതിന് അഹങ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ വരുന്ന ദുരന്തങ്ങൾ, നമ്മൾ എത്രയും ആളുകളെ ചന്ദ്രനിലേക്ക് കൊണ്ടുപോകാനായിട്ടിരിക്കുന്നു, ചൊവ്വയിലേക്ക് കയറ്റി അയക്കാനായിട്ടിരിക്കുന്ന സമയത്ത് മണ്ണിനടിയിൽ പെട്ടുപോയ ആളുകളെ പോലും നമുക്ക് കണ്ടെത്താനായിട്ട്, നമ്മുടെ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാനായിട്ട് പലപ്പോഴും സാധിക്കാതെ വരുന്നു. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ ദൈവവുമായിട്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആവശ്യം എന്താണ്? മനുഷ്യന് ദൈവവുമില്ലാതെ ഒന്നും ചെയ്യാനായിട്ട് യഥാർത്ഥത്തിൽ സാധിക്കില്ല. ഇത് പലപ്പോഴും ഈ നിരീശ്വരവാദികളായിട്ടുള്ള പലരും ചെയ്യുന്നൊരു വലിയൊരു തെറ്റിതാണ്. അല്ലെങ്കിൽ ഭൂരിഭാഗം പേരും ചെയ്യുന്നൊരു തെറ്റാണ് ദൈവത്തെയും മനുഷ്യനെയും ഭൂമിയെയൊക്കെ വേർതിരിച്ച് കാണുക എന്നുള്ളത്. അതായത് ഇത് മനുഷ്യന് ചെയ്യുന്ന പ്രവൃത്തി, ഇത് ദൈവം, ഇത് ഭൂമി, ഇത് ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേർതിരിക്കുകയാണ് എല്ലാത്തിനെയും. ഞാൻ മുമ്പും നമ്മുടെ വീഡിയോയിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതിനെപ്പറ്റി ഇതൊക്കെ പറയുമ്പോൾ കുറേ പേര് അടിയിൽ വന്ന് കമൻറ്റ് ചെയ്തുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയും. പക്ഷെ അതിനൊക്കെ നമുക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ 1000 കാര്യങ്ങൾ വേറെ പറയണം. അപ്പോൾ പഴയ എൻ്റെ വീഡിയോസ് റെഫർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിനുള്ള പ്രതിവിധി. അല്ലാതെ നമുക്കൊരു വീഡിയോയിൽ ഇരുന്നു കൊണ്ട് എല്ലാ കാര്യങ്ങളെ പറ്റിയും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഈ താഴെ വരുന്ന കമൻസിനൊന്നും മറുപടി പറയാൻ നിൽക്കാത്തത്. കാരണം അവർ അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം ചോദിക്കും, പിന്നെ അതിന് മറുപടി പറയണം, പിന്നെ അടുത്ത ചോദിക്കും. അപ്പോൾ എല്ലാം നമുക്ക് ഒരാളോട് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞിരിക്കാനുള്ള സമയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പഴയ വീഡിയോസ് നമ്മൾ റെഫർ ചെയ്യാതെ നമുക്ക് ഈ കാര്യങ്ങളെ പറ്റിയൊന്നും വിശദമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു, ഈ ദൈവത്തെയൊക്കെ വേർതിരിക്കുകയാണ്. അതായത് ദൈവത്തെ ദൈവവുമായിട്ട് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ, പലരും ഈ ചെയ്യുന്ന, അതായത് ഈ പുതിയ തലമുറയോട് ചെയ്യുന്ന അനീതിയാണ് ഈ എത്തിയിസ്റ്റായിട്ടുള്ളവർ. ഓക്കെ, നമുക്കറിയാം, ഒരു വിശ്വാസം, ഒരു മതവിശ്വാസം പോലെ തന്നെയാണ് ഞാൻ എത്തിയിസത്തെ കാണുന്നത്. അതും ഒരു വിശ്വാസം തന്നെയാണെന്നാണ് അല്ലേ? അവർ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു, ദൈവമില്ലെന്ന് വിശ്വസിക്കുന്നു. ആ ഒരു വിശ്വാസം മാത്രമാണത് എത്തിസം എന്നുള്ളത്. അല്ലാതെ യാഥാർത്ഥ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പലപ്പോഴും. അപ്പോൾ അവർ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തെ ദൈവമെന്നുള്ള സംജ്ഞയിൽ, അതായത് ദൈവമെന്ന് നിങ്ങൾ ഒരുന്നിനെ വിളിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ ഉപരിയായിട്ട് ഒന്നും ഉണ്ടാവാനായിട്ട് സാധിക്കില്ല. അതായത് ആ ദൈവമാണ് എല്ലാം സൃഷ്ടിക്കുന്നത്. എല്ലാം സൃഷ്ടിക്കുന്നത് മനുഷ്യനെയും, മനുഷ്യൻ്റെ ഉള്ളിലുള്ള ബുദ്ധിയും, പ്രപഞ്ചവും, ശാസ്ത്രവും എല്ലാനും അവൻ്റെ തന്നെയാണ്. അവനിൽ കൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെടുന്നത്. ഒന്ന്, അവനാണ് സൃഷ്ടിച്ചത്, അവനിൽ കൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെടുന്നത്, അവനിലാണ് എല്ലാം നടക്കുന്നത്, അവൻ തന്നെയാണ് എല്ലാനും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ദൈവത്തെ ഒന്നായിട്ടും മനുഷ്യനെ ഒന്നായിട്ടും ശാസ്ത്രത്തെ ഒന്നായിട്ടും, അതായത് ഞങ്ങൾക്ക് ശാസ്ത്രമുണ്ട്, ശാസ്ത്രമെല്ലാം ചെയ്യും, ദൈവം വേണ്ട, ദൈവമല്ല ഇത്ര നാൾ മനുഷ്യരെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്, ശാസ്ത്രമാണ് എന്ന് പറയുന്നതൊക്കെ ഏറ്റവും വലിയ മണ്ടത്തരല്ലേ? എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ മനസ്സിലാക്കിയിട്ടുള്ള ദൈവം എന്ന് പറയുന്നത് പല മതഗ്രന്ഥങ്ങളിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ എല്ലാ മതഗ്രന്ഥങ്ങളും എന്നാൽ ശരിയാണെന്ന് പറയുന്നില്ല. പല മതഗ്രന്ഥങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അതായത് അവർ വേർപ്പെടുത്തി പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന മതം എന്ന് പറയുന്നത്, ദൈവം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ, കുറേ ശക്തികളോട് കൂടിയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ എവിടെയോ ജീവിച്ചു പോയ ഒരു വ്യക്തിയെ പറ്റിയാണ് അവർ ദൈവമായിട്ട് സങ്കല്പിക്കുന്നത്.
അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് അവരെല്ലാം കാണുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവത്തെ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികൾക്കറിയാം ദൈവം തന്നെയാണ് എല്ലാം. എല്ലാ അറിവും അവനിൽ പ്രവർത്തിക്കുന്ന തലച്ചോറും ഒക്കെ ദൈവത്തിൽ കൂടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ദൈവം അല്ലാതായിട്ട് ഒന്നുമില്ല. അപ്പോൾ ടെക്നോളജി എല്ലാം ദൈവത്തിൽ നിന്ന് ഉളവായതാണ്, ദൈവത്തിൻ്റെ നന്മയിൽ നിന്ന് തന്നെയാണ് ഉളവായത്. അപ്പോൾ അവിടെ രണ്ടാമതൊരു പോസിബിലിറ്റിയുടെ കാര്യം കൂടി നമ്മൾ പറഞ്ഞു, അതായത് നന്മയും അറിവും എല്ലാം ദൈവത്തിൻ്റേതാണ്. അപ്പോൾ അവിടെ ഒന്ന് എതിരെ പ്രവർത്തിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ മുമ്പും സംസാരിച്ചിട്ടുണ്ട്, പിശാച് എന്ന് പറയുന്ന തിന്മ എന്ന് പറയുന്ന വേറൊരു കാര്യത്തെപ്പറ്റി. അപ്പോൾ അതിൻ്റെ നിലനിൽപ്പും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ദൈവവും തിന്മയും, നന്മയും തിന്മയും എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഈ കാര്യങ്ങളിലൂടെയൊക്കെ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാനും ഇതിൻ്റെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ദൈവം ഇതൊന്നും ഇടപെടാത്തതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ ഇത് പല പ്രാവശ്യവും പറഞ്ഞു പോയതാണ്, ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനിയും അവസരം വരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ അദ്ദേഹം പറഞ്ഞതിനുള്ള ഉത്തരമാണിത്. പ്രാർത്ഥനയും പ്രവൃത്തിയും കൂടാതെ മനുഷ്യനൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ദൈവവുമായിട്ട് മനുഷ്യന് ആലോചന ചോദിക്കാതെ, ദൈവത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കാതെ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ പോകുന്ന വഴി ചിലപ്പോൾ കുഴിയിലേട്ടായിരിക്കാം, അവന് തെറ്റുപറ്റാം, അവന് വീഴ്ചയുണ്ടാകാം, അവന് തന്നെ അത് നാശകരം, അവൻ നല്ലതെന്ന് കരുതി ചെയ്യുന്ന കാര്യം ചിലപ്പോൾ അവന് നാശകരമായിട്ട് സംഭവിക്കാം. അല്ല, ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയണം, ഒരാൾ തീരുമാനിക്കുന്നു ഇവിടെ കുഴിച്ച് നോക്കണം, അവരുടെ കാൽക്കുലേഷൻ വെച്ചുകൊണ്ട് ഇന്നൊരു സ്ഥലം സ്പോട്ട് ചെയ്യുന്നു, അവിടെ കുഴിച്ച് നോക്കുന്നു. ആദ്യത്തെ JCBയുടെ ഒരു കോരൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ജീവനോടെ ഇരുന്ന ഒരാളുടെ ദേഹത്തേക്കായിരിക്കും ഈ JCBയുടെ കൈ വന്ന് പതിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷേ ദൈവം, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് മനുഷ്യന് എല്ലാ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് പ്രവചിക്കാനോ കറക്റ്റായിട്ട് മനസ്സിലാക്കാനോ മനുഷ്യന് പരിമിതികളുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൽ കൂടുതൽ നമ്മളിനി സംസാരിക്കാനായിട്ട് തുനിയുന്നില്ല. രണ്ടാമത്തെ ഒരു ചോദ്യം അദ്ദേഹം പറഞ്ഞത്, ഈ ഒരു മൊബൈൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു, ഈ മൊബൈൽ സൃഷ്ടിച്ചത്, എന്നോട് ഒരാൾ പറഞ്ഞു ഈ മൊബൈൽ സൃഷ്ടിച്ചത് ഒരാളാണെന്ന് പറഞ്ഞു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരാൾ എന്നോട് പറഞ്ഞു, അതിൻ്റെ തെളിവുകളൊക്കെ കാണിച്ചുകൊണ്ട് പറഞ്ഞു ഈ മൊബൈൽ അയാളല്ല സൃഷ്ടിച്ചത്, വേറെ ഒരാളാണ് സൃഷ്ടിച്ചതെന്ന് എനിക്ക് കാണിച്ചു തന്നു, ബോധ്യപ്പെടുത്തി തന്നു. അപ്പോൾ ഇനിയും ഞാൻ പഴയ ആളെ ഞാൻ വിശ്വസിക്കേണ്ടതുണ്ടോ? അപ്പോൾ അദ്ദേഹം എക്സാമ്പിളായിട്ട് കാണുന്നത് മനുഷ്യരെ പറ്റിയാണ്, ലോകത്തെ പറ്റി തന്നെയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ മതം അദ്ദേഹത്തോട് പറഞ്ഞിരുന്നത് ദൈവമാണ് മനുഷ്യരെയും ഭൂമിയൊക്കെ സൃഷ്ടിച്ചതെന്ന്. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ശാസ്ത്രം അദ്ദേഹത്തോട് പറഞ്ഞു ഈ ദൈവം ഇവിടെ ഒന്നുമില്ല, എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ശാസ്ത്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വഴിയായിട്ടാണ്, പല പല പ്രതിഭാസങ്ങൾ വഴിയായിട്ടാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടതെന്നാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. അതിനുശേഷം അദ്ദേഹം ദൈവത്തെ എന്നേക്കുമായി വെറുത്തു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നമ്മൾ ഇതിൽ വല്ല സത്യമുണ്ടോ? നമ്മൾ ഇത് തന്നെയാണ് പല വീഡിയോസിൽ കൂടെ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത്. ഞാനിത് എല്ലാവരും ഇപ്പോൾ സമയത്ത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളുടെയും ചിന്തയിൽ പെടുത്താണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ സൃഷ്ടിച്ച ഏതെങ്കിലും ഒരു വസ്തുവാണ്. അപ്പം അദ്ദേഹം പറഞ്ഞ എക്സാമ്പിൾ വളരെ തെറ്റാണ്. ശരിക്കും മനുഷ്യനും ഭൂമിയുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് മൊബൈലിനെ എടുത്തത് വളരെ തെറ്റായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ മൊബൈൽ എന്ന് പറയുന്നത് അതിൻ്റെ ആരംഭം മുതൽ, ഉത്ഭവം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും മനുഷ്യൻ തന്നെയാണ് സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ മനുഷ്യന് അത് വ്യക്തമായിട്ട് ബോധ്യമുണ്ട് അല്ലേ? ഒരു മൊബൈൽ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ പ്രൊജക്റ്റ് പ്ലാൻ തൊട്ട് അതിൻ്റെ ലോജിക്കുകൾ, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം, അതിൻ്റെ മാനുഫാക്ചറിങ്, അതിൻ്റെ സോഫ്റ്റ്വെയർ വശങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ മനുഷ്യൻ തന്നെയാണ് ഇരുന്ന് ചിന്തിച്ച് അതിന് പ്ലാൻ ഉണ്ടാക്കി, അതിനൊരു ഫാക്ടറിയിൽ ഉണ്ടാക്കി, അതിൻ്റെ മോഡലുകൾ ഉണ്ടാക്കി, അതിൻ്റെ തെറ്റുകൾ കുറ്റങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവസാനം ഫൈനൽ പ്രോഡക്റ്റായിട്ട് മനുഷ്യൻ രൂപപ്പെടുത്തിയ സംഭവമാണ് മൊബൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ മൊബൈലിന് എന്തൊക്കെ സംഭവിക്കാമെന്ന് മനുഷ്യന് സിമ്പിളായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. കാരണം അതുണ്ടാക്കിയത് അവനാണ് അല്ലേ? ഈ മൊബൈലിൽ എത്ര നാൾ ബാറ്ററി ഇതിന് കപ്പാസിറ്റി കിട്ടും,
എത്ര നാൾ ഇത് പ്രശ്നങ്ങളില്ലാതെ ഓടും, എന്തൊക്കെ പ്രശ്നങ്ങൾ ഇതിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഇത് പ്രവർത്തനരഹിതമാകും എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് അത് സൃഷ്ടിച്ച മനുഷ്യനറിയാം. കാരണം അവൻ്റെ കൈ വെള്ളയിലാണ് ഇതൊക്കെ സൃഷ്ടിക്കപ്പെട്ടത്. പക്ഷേ ഈ ഒരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് ഭൂമിയെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ, അവിടെയാണ് പ്രശ്നം പറ്റുന്നത്. കാരണം നമുക്ക് നമ്മുടെ മുന്നിലാണോ ഈ പ്രപഞ്ചം ഉണ്ടായത്? നമ്മുടെ മുൻപിലാണോ ഈ പ്രപഞ്ചം ഉരുവായതും ഈ പ്രപഞ്ചത്തിൻ്റെ പ്ലാൻ, ഈ പ്രപഞ്ചം ഉണ്ടായ അതിൻ്റെ ലോജിക്ക്, അതുപോലെ തന്നെ മനുഷ്യൻ രൂപം കൊണ്ട ലോജിക്ക്, മനുഷ്യൻ്റെ ഇപ്പോൾ തന്നെ ഈ മനുഷ്യൻ ജീവിച്ചു പോകുന്നത് എങ്ങനെയാണെന്നൊന്നുപോലും പൂർണ്ണമായിട്ട് ഇതുവരെയായിട്ടും ശാസ്ത്രത്തിന് വരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. പ്രപഞ്ചത്തെ വിട്, പ്രപഞ്ചത്തിന് നമുക്ക് പരിമിതി എന്ന് പറയുന്ന മനുഷ്യൻ എത്ര നാളായി എത്ര നല്ലൊരു ബുദ്ധി വന്നിട്ട് മനുഷ്യന് കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1000 വർഷം അല്ലെങ്കിൽ 2000, 3000, 4000, കൂടി വന്ന 3000, 4000 വർഷങ്ങൾ കൊണ്ടാണ് മനുഷ്യന് മര്യാദയ്ക്ക് ഒന്ന് ചിന്തിക്കാനുള്ള ഒരു ബുദ്ധിയും ബോധവും മനുഷ്യൻ്റെ തലച്ചോറിന് വന്നത്. ഓക്കെ, അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ആവശ്യം എത്രയാണ്? ബില്യൺ കണക്കിന് വർഷങ്ങളാണ്. അപ്പോൾ ഈ ബില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളെ പറ്റിയും അതിൻ്റെ ലോജിക്കുകളും അതിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ മനുഷ്യന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെപ്പറ്റി വിടാം, നമുക്ക് പ്രപഞ്ചത്തെ പറ്റി വിടാം. മനുഷ്യനെ പറ്റി മാത്രമായിട്ട് നമ്മളെടുത്ത് നോക്കാം. മനുഷ്യൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രതിഭാസങ്ങളെ പറ്റി, മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന പ്രതിഭാസങ്ങളെ പറ്റി പോലും നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന കാര്യത്തെ പറ്റി പോലും നമുക്കത് മനസ്സിലാക്കാനായിട്ട് ഇതുവരെയായിട്ട് സാധിച്ചിട്ടില്ല, അല്ലേ? ഇപ്പോഴും മനസ്സെവിടെയാണെന്നുള്ളതിനെ പറ്റി ഇപ്പോഴും തർക്കം നടക്കുകയാണ്. എവിടെയാണ് മനസ്സിരിക്കുന്നത്, എവിടെയാണ് അത് പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെ നിരവധി തർക്കങ്ങൾ. അതുപോലെ തന്നെ പല പ്രവർത്തനങ്ങളെപ്പറ്റി, പല അവയവങ്ങളെ പറ്റിയും ഇപ്പോഴും നമ്മുടെ ശാസ്ത്രത്തിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അതെന്തിനാണ് പ്രവർത്തിക്കുന്നതെന്ന്, അതെന്തുകൊണ്ടാണ് അങ്ങനെ റിയാക്ട് ചെയ്യുന്നതിനെ പറ്റിയും പോലും നമുക്കറിയുന്നില്ല. അപ്പോൾ അതുപോലും നമുക്ക് അറിയാൻ പാടില്ലാത്ത ഇരിക്കുന്ന ഈ മനുഷ്യൻ, അതുപോലെ തന്നെ മനുഷ്യനെ എത്ര ഫ്രജൈലാണ് നമ്മൾ, ഫ്രജൈൽ എന്നല്ല പറയുക, അല്ലേ? ഫ്രജൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഗ്ലാസ് പോലെയുള്ള വസ്തുക്കൾ എവിടെയെങ്കിലും പതുക്കെ തട്ടിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള വസ്തുക്കളൊക്കെയാണ് ഫ്രജൈലായിട്ടുള്ള കാര്യങ്ങൾ പറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ വളരെ ഫ്രജൈലായിട്ടുള്ളൊരു സംഭവമല്ലേ? ഒരു ചെറിയ ഒരു രോഗാണു വരെ നമ്മളുടെ ജീവിതത്തെ എത്രയധികം ബാധിച്ചായിട്ട് നമ്മൾ കണ്ടു. നമ്മളിപ്പോഴും നമ്മൾ ഈ ശ്വസിക്കുന്ന വായു, അതുതന്നെയാണ് അതിൻ്റെ ഒരു പ്രധാന അടുത്തൊരു സത്യം. ഈ വായുവിനെ പറ്റി ഇതുവരെയായിട്ട് നമുക്ക് ഒരു പ്രശ്നങ്ങൾ ഇതുവരെയായിട്ട് സംഭവിക്കാത്ത കാരണം കൊണ്ട് അതിൻ്റെ മൂല്യമോ അതിൻ്റെ ആഴം എന്താണെന്ന് നമുക്ക് ഇതുവരെയായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. ഒരു നിമിഷത്തിൽ ഈ വായുവിൻ്റെ അളവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംഭവം, ആ പ്രതിഭാസം ഇതുവരെയായിട്ടും ഭൂമിയിലില്ലാത്ത കാരണം മനുഷ്യന് അത് ഇതുവരെയായിട്ട് സങ്കല്പിക്കാൻ പോലും സാധിച്ചിട്ടില്ല. അത് റിയാലിറ്റി ആയിട്ട് ഇനി ഭാവിയിൽ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഒരു പ്രപ്പോർഷൻ ഓക്സിജൻ്റെയും ഇതിൻ്റെയൊക്കെ പ്രപ്പോർഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിയാൽ മതി, എത്ര പേര് ഇവിടെ പെടഞ്ഞു വീഴുന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത്രയധികം പുഴുക്കളായിട്ടുള്ളത്, മനുഷ്യൻ്റെ കണ്ണിൽ നമ്മൾ പുഴുക്കളായിട്ട് കാണുന്ന ആ സംഭവത്തെപ്പറ്റി നമ്മൾ പ്രപഞ്ചത്തിൻ്റെ കണ്ണിലെടുത്ത് വയ്ക്കുക. മനുഷ്യനെന്ന് പറയുന്നത് പുഴുക്കളേക്കാളും ചെറിയ കൃമികളോ ബാക്ടീരിയകളോ വൈറസുകളോ പോലെയാണ് മനുഷ്യൻ. അപ്പം അങ്ങത്രയും ചെറുതായിട്ടുള്ള ഈ മനുഷ്യനാണ് പറയുന്നത്, ഞാനെല്ലാം മനസ്സിലാക്കി, എന്നെപ്പറ്റി എല്ലാം മനസ്സിലാക്കി, ലോകത്തെപ്പറ്റി എല്ലാം മനസ്സിലാക്കി, അതുകൊണ്ട് ഞാനിനി ദൈവം എന്നുള്ളതിനെ തിരസ്കരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അത് അജ്ഞത മൂലം തന്നെയാണ്. അതാണ് പറയുന്നത്, മുറി വൈദ്യൻ ആളെ കൊല്ലുമെന്ന് പറയും, അല്ലേ? കുറച്ച് അറിവുണ്ടുള്ളവനാണ് അഹങ്കരിക്കുന്നത്. എല്ലാം അറിഞ്ഞ് എല്ലാം എനിക്കറിയാം, എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ കൂടുതൽ അറിയും തോറും നമ്മൾ ചുരുങ്ങി നമ്മൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഒന്നുമില്ലല്ലോ, ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടല്ലോ, ഇതിനേക്കാളും വലിയ, അതായത് ഒരു പ്രശ്നം നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ മുകളിൽ വേറൊരു വലിയൊരു പ്രശ്നം കാണുന്നത്. അപ്പോൾ അതുപോലും ക്രാക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സമയത്താണ് മനുഷ്യൻ എല്ലാം ഉപേക്ഷിച്ച് മാറി നിൽക്കേണ്ട സ്ഥിതിഗതി വരുന്നത്. അപ്പോൾ ഇനി കമ്മിങ് ഡേയ്സിലോ അല്ലെങ്കിൽ കമ്മിങ് വർഷങ്ങളിലൊക്കെ നമുക്ക് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മനുഷ്യൻ ബോധ്യപ്പെട്ടു വരും. കാരണം കഴിഞ്ഞ കൊറോണയുടെ സമയത്തൊക്കെ കുറേ പേർക്കൊക്കെ ബോധ്യപ്പെട്ടു, അല്ലേ? കുറേ പേര് അത് ബോധ്യപ്പെട്ടു. തങ്ങൾ സുരക്ഷിതമെന്ന് കരുതിയ, തങ്ങളെ സംരക്ഷിക്കുമെന്ന് കരുതിയ
ഈ സിസ്റ്റം അല്ലെങ്കിൽ ടെക്നോളജി ശാസ്ത്രമൊക്കെ പകച്ചുകൊണ്ട് നോക്കി നിൽക്കുന്ന സിറ്റുവേഷനിൽ തങ്ങളെ ആര് രക്ഷിക്കുമെന്നറിയാതെ മുകളിലോട്ട് നോക്കി നിൽക്കേണ്ട സ്ഥിതിവിശേഷം എല്ലാവർക്കും ഉണ്ടായി. അപ്പം അന്ന് സമയത്തൊക്കെ കുറേ പേർക്കൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു. തിരിച്ച് വീണ്ടും മനുഷ്യൻ പഴയ സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. നമുക്ക് ഇപ്പോൾ അങ്ങനെയുള്ള സാഹചര്യമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ എന്തും സാധിക്കും, എല്ലാത്തിനെയും മറികടക്കും, ഞങ്ങളുടെ ആത്മവിശ്വാസവും ഞങ്ങളുടെ കഴിവും കൊണ്ട്, ഞങ്ങളുടെ ടെക്നോളജി കൊണ്ട് ഞങ്ങൾ എല്ലാത്തിനെയും മറികടക്കുമെന്ന് ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പലരും പറഞ്ഞ് ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് വേറൊരാൾ പറഞ്ഞെന്ന്. അത് ഒരാൾക്കേ അത് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരുന്നതൊന്നും ഫോളോ ചെയ്യേണ്ട, ഞങ്ങൾ പറയുന്നത് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾ അതിൻ്റെ തെളിവുകൾ തരാം, അത് വിശ്വസിച്ചാൽ മതി. അപ്പോൾ ഒരു മനുഷ്യൻ തന്നെ വേറൊരു മനുഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അല്ലേ. ശാസ്ത്രം ചെയ്യുന്നത് എന്താണ്? ശാസ്ത്രമെന്ന് പറയുന്ന ഉരുവായത് മനുഷ്യനിൽ നിന്നാണ് അല്ലേ. മനുഷ്യനാണ് അതിനെപ്പറ്റി ചിന്തിച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ മനുഷ്യൻ വേറൊരു മനുഷ്യനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രപഞ്ചത്തെപ്പറ്റി. അതായത് ഒരു സൃഷ്ടിയെ പഠിപ്പിച്ചു കൊണ്ടിരുന്ന എത്രമാത്രം അതിന് പൂർണ്ണത ഉണ്ടാവും. അപ്പോൾ ഞാനിതിൻ്റെ എൻ്റെ വീഡിയോസ് പഴയ വീഡിയോസൊക്കെ കണ്ടവർക്കൊക്കെ അറിയാം. നമ്മളിതിൻ്റെയൊക്കെ മാക്സിമം ലെവൽ വരെ ചിന്തിച്ചു പോയതാണ് അല്ലേ. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഈ ജീവിക്കുന്ന നമ്മൾ കാണുന്ന പ്രപഞ്ചമല്ല യഥാർത്ഥ പ്രപഞ്ചമെന്നും നമ്മൾ കാണുന്ന ഡയമെൻഷൻസ് മാത്രമായിരിക്കണമെന്നില്ല ഈ പ്രപഞ്ചത്തിലുള്ളതെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോയതാണ്. അപ്പോൾ പ്രസൻറ്റ് ഡയമെൻഷനിൽ ഇരിക്കുന്ന നമുക്ക് നമ്മളെ ഇതിനെപ്പറ്റി നമ്മൾ വലിയ വലിയ മനക്കോട്ടകൾ കെട്ടി ഉണ്ടാക്കുകയാണ്, മറ്റുള്ളവർക്ക് കോൺഫിഡൻസ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന എല്ലാ കാര്യം അപ്പോൾ എന്ന് കരുതിക്കൊണ്ട് എല്ലാ ദൈവങ്ങളും ശരിയാണ്, നിങ്ങൾ ശാസ്ത്രത്തെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ മാത്രം നോക്കിയാൽ മതിയെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ വീണ്ടും വീണ്ടും അന്വേഷിക്കുക എവിടെയാണ് ശരിയെന്ന്. നിങ്ങൾ ശാസ്ത്രത്തിൻ്റെ സഹായം അതിനായിട്ട് ഉപയോഗപ്പെടുത്തുക. ഞാൻ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ടൂൾസാണ്. ശാസ്ത്രം എന്ന് പറയുന്നതൊക്കെ മനുഷ്യന് കിട്ടുന്ന ടൂൾസാണ്. ഈ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ യഥാർത്ഥ സത്യത്തെ നമ്മൾ അന്വേഷിക്കണം. എന്താണ് യഥാർത്ഥ സത്യമെന്ന്, ആരിലാണ് യഥാർത്ഥ സത്യമെന്ന്, ഏത് വിശ്വാസമാണ് പരസ്പരം വിരുദ്ധമല്ലാത്തതും സത്യമായിട്ടുള്ളതും അല്ലെങ്കിൽ അതിലേക്ക് സത്യമാവാൻ ചാൻസ് ഉള്ളതും ആയിട്ടുള്ള ഇത് എവിടെയാണ് എന്ന് മനുഷ്യൻ കണ്ടെത്തുക, അതിനിൽ വിശ്വസിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ബൈബിളിൽ ഇങ്ങനെ പറയും, നിങ്ങൾ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ കണ്ടെത്തും, നിങ്ങൾ മുട്ടിയാൽ നിങ്ങൾക്ക് തുറന്നു കിട്ടും. അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ള ആരായാൽ തന്നെയും ഞാനതുകൊണ്ടാണ് പലപ്പോഴും വിശ്വാസികളെ കൂടുതൽ നിരീശ്വരവാദികളെ ബഹുമാനിക്കുന്നത്. കാരണം അവർ അന്വേഷിക്കുന്നുണ്ട് എവിടെയാണ് ശരിയെന്നുള്ളത്, അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. തങ്ങൾ ജീവിച്ച് വരുന്ന വഴി ശരിയാണോ, തങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ, അതിൽ യാഥാർത്ഥ്യമുണ്ടോ എന്ന് അവർ തിരയുന്നുണ്ട്. അങ്ങനെ തിരയുന്ന മനസ്സുള്ളവൻ തന്നെ ദൈവവുമായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്നവനാണ്. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യാഥാർത്ഥ്യം എവിടെയാണെന്ന്, അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളിങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ ചിലപ്പോൾ കുറച്ച് സ്ഥലത്ത് എത്തുമ്പോൾ തോന്നും ഇതും ഇവിടെ വെച്ച് നിർത്താം, ഇത് മതി എന്ന്. പക്ഷെ വീണ്ടും നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾക്ക് പരിപൂർണമായിട്ട് നിങ്ങളുടെ മനസ്സിനും ആത്മാവിനും ബുദ്ധിക്കും ബോധ്യമാകുന്നത് വരെ നിങ്ങൾ അന്വേഷിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ബുദ്ധിക്ക് ബോധ്യമായി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിർത്താൻ ചാൻസ് ഉണ്ട്, മനസ്സിന് ബോധ്യമായി കഴിഞ്ഞാൽ നിർത്താൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ബുദ്ധിക്കും മനസ്സിനും ആത്മാവിനും ബോധ്യമാകുന്ന സമയം വരെ നിങ്ങൾ അന്വേഷിക്കുക, സത്യം കണ്ടെത്തുക, അതിൽ വിശ്വസിക്കുക. വെൽക്കം ടു കോമൺ സെൻസ്.